ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ബിഗിനേഴ്സിന് വേണ്ടി ചില മാനിഫെസ്റ്റേഷൻ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നീ വേർഡ്സൊക്കെ കേൾക്കുമ്പോൾ ഡൗട്ടുണ്ടാവും, ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ഉള്ളത്. നമ്മൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഇനി ഒരു ഹോപ്പും ഇല്ല, അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒന്ന് വിശ്വസിച്ച് നോക്കണം ഇതിനെ. ഫസ്റ്റ് ഓരോ ബിഗിനേഴ്സിനും ഇത് ടഫായിട്ട് തോന്നാം, പക്ഷേ കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. നമ്മുടെ മൈൻഡിൻ്റെ പവറ്, നമ്മുടെ വേർഡ്സിൻ്റെ ശക്തി, നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ വേണം. മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. വലിയ ആഗ്രഹങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണം എന്നില്ല. കാരണം നമ്മുടെ എനർജി യൂണിവേഴ്സിൻ്റെ എനർജിയിലോട്ട് അത്രയും ഹയറായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണ വലിയ വലിയ ഗോൾസൊക്കെ പെട്ടെന്ന് സാധിക്കുകയുള്ളൂ. സോ കുഞ്ഞ് ആഗ്രഹങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ നോക്കൂ. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സാധിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും. ഫസ്റ്റ് തന്നെ നമ്മുടെ ഗോൾ എന്താണെന്നുള്ളതിനെപ്പറ്റി നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ബോധ്യം വേണം. ആ ഗോൾസ് നമ്മൾ ഒന്ന് എഴുതിയിടാൻ നോക്കുക. മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും പവർഫുൾ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇമാജിൻ ചെയ്യുക, ഓൾറെഡി നടന്നു എന്ന്. ഒരിക്കലും നടക്കണേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇത് ഓൾറെഡി നടന്നു, എനിക്കിത് സാധിപ്പിച്ചു തന്നേനെ ദൈവമേ, പ്രപഞ്ചമേ നന്ദി എന്ന് പറഞ്ഞ് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ഓരോ കാര്യവും, എന്ത് നമ്മൾ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മളത് ഓൾറെഡി നമുക്കത് സാധിച്ചു. ഒരു ജോലിയാവട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന ആളായിട്ടുള്ളൊരു വിവാഹമാവട്ടെ, നമ്മുടെ പാർട്ട്ണറായിട്ട് നല്ലൊരു ലൈഫ്, നമ്മുടെ സാലറി ഇൻക്രിമെൻറ്റ്, അങ്ങനെ ജീവിതത്തിൽ ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് മാനിഫെസ്റ്റേഷനിലൂടെ സാധിപ്പിക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മളിതൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞു, പ്രപഞ്ചമേ നന്ദി, യൂണിവേഴ്സ് താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഗ്രാറ്റിറ്റ്യൂഡിലൂടെ സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും നോക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കുക. ഒരു കാര്യം എനിക്കില്ല എന്ന് പറയുന്നതിനേക്കാൾ നമുക്കുള്ള കാര്യങ്ങളിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡുള്ളവരാകാം. നമ്മൾ ഒരു ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു എന്നുള്ള രീതിയിൽ അതൊന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, അതിൻ്റെ ഒരു പിക്ചർ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വണ്ടി വാങ്ങണം. നമ്മൾ ആ വണ്ടിയുടെ കളറ് ഫിക്സ് ചെയ്യുക, മോഡൽ ഫിക്സ് ചെയ്യുക. നമ്മളൊരു ഷോറൂമിൽ പോയിട്ട് ആ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്, അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. വിഷ്വലൈസേഷൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അപാരമാണ്. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിഷ്വലൈസേഷൻ മാത്രമല്ല. അട്രാക്ഷൻ എന്ന് പറഞ്ഞതിലൊരു ആക്ഷൻ കൂടിയുണ്ട്. നമ്മൾ ആക്ഷൻ ഇടണം, കറക്റ്റായിട്ടുള്ള ആക്ഷൻ വേണം. നമ്മളൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടും എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് നമ്മൾ അറ്റ്ലീസ്റ്റ് അതിന് അപ്ലൈ ചെയ്യണം. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ തീർച്ചയായും വേണം. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്താൽ അത് സാധിക്കില്ല. പിന്നെ ട്രസ്റ്റ് ദ പ്രോസസ്സ്, നമ്മൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കണം. നമ്മൾ മാനിഫെസ്റ്റേഷനിൽ എപ്പോഴും ഒരു ഫെയ്ത്ത് വെക്കണം. യൂണിവേഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ. നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് ഒന്നും പെട്ടെന്ന് കിട്ടിയെന്നൊന്നും വരില്ല. പക്ഷെ പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. മാനിഫെസ്റ്റേഷൻ ടേക്ക് ടൈം. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടന്നില്ലെങ്കിൽ പെട്ടെന്ന് ഡെസ്പാവാനോ ഡിസ്ട്രാക്റ്റ് ആവാനോ ഒന്നും പാടില്ല. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പതിയെ പതിയെ നടക്കും. നമ്മളിതിന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. നമ്മളൊരു കാര്യം ഓൾറെഡി നടന്നു എന്ന് വിശ്വസിച്ച് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കണം, നമുക്കിത് ഓൾറെഡി കിട്ടി എന്നുള്ളത്. നമ്മളത് വിശ്വസിക്കണം. ഇടയ്ക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിനൊരു ഡൗട്ട് വരും. അപ്പോൾ നമ്മൾ ബി ഷുവർ
നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താവട്ടെ, നമുക്കത് ഓൾറെഡി നടന്നു എന്ന് കരുതി മുന്നോട്ട് പോയി നോക്കും. ബെസ്റ്റ് ഓഫ് ലക്ക്.